ആചാരങ്ങൾക്കപ്പുറത്ത് മതസൗഹാർദ്ദത്തിന്റെ കഥ പറയുന്ന ഒരു ക്ഷേത്രമുണ്ട് കോഴിക്കോട് മാവൂരിൽ. ഹിന്ദുവായ മുത്തപ്പനും മുസ്ലിമായ കുരുക്കളും പ്രതിഷ്ഠയായ കിടാപ്പിൽ മുത്തപ്പൻ കുരിക്കൽ ഭഗവതി ക്ഷേത്രത്തിന്റെ അതിപ്രസിദ്ധമായ ചരിത്രമാണ് ഇന്നത്തെ ദൈവമേ കൈത്തൊഴാമിൽ കണ്ടുവരാം. മതത്തിന്റെ പേരിൽ വിദ്വേഷം വിളമ്പുന്ന ഇക്കാലത്ത് മതസൗഹാർദ്ദത്തിന്റെ മനോഹര സാക്ഷ്യം ചമയ്ക്കുകയാണ് കോഴിക്കോട് മാവൂർ കിടാപ്പിൽ മുത്തപ്പൻ കുരിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷ ചടങ്ങുകൾ. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകളായ ഹിന്ദുവായ മുത്തപ്പന്റെയും മുസ്ലിമായ കുരിക്കളുടെയും ചരിത്രം വിളിച്ചോതുന്നതാണ് മുത്തപ്പൻ കുരിക്കൽ തിറകൾ. നാട്ടുപ്രമാണിയായ മുത്തപ്പന്റെ സങ്കേതത്തിലേക്കെത്തിയ മാപ്പിള പ്രമാണിയാണ് കുരിക്കൾ. തന്റെ വാസസ്ഥലത്തെത്തിയ മുസ്ലിമായ കുരിക്കളെ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾക്ക് ശേഷം ഉറ്റമിത്രമാക്കിയെന്നതാണ് ഐതിഹ്യം. ഒരേ ശ്രീകോവിലിൽ തന്നെയാണ് ഇരുവരുടെയും പ്രതിഷ്ഠകൾ. എന്നാൽ ഇരുവർക്കും വ്യത്യസ്തമായ പൂജാവിധികളാണ് ഉള്ളത്. പൂർവികമായിട്ടുള്ള ഒരു വലിയച്ഛനാണ് ഇവിടുത്തെ മുത്തപ്പൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ പ്രതിഷ്ഠിച്ചത്. അതിനുശേഷം ആ മുത്തപ്പൻ്റെ ഉറ്റ സുഹൃത്തായിരുന്ന ഒരു മുസ്ലിം ഉണ്ടായിരുന്നു, കുരിക്കള്. ആ കുരിക്കളും മുത്തപ്പനും കൂടി വേർപിരിയാത്ത ആൾക്കാരായിരുന്നു. ഉറങ്ങുന്നത് ഒരു പായലും ഉണ്ണുന്നത് ഒരു പാത്രത്തിലെന്ന് പറഞ്ഞതുപോലെ അങ്ങനെ നടന്നിരുന്ന ഒരു ചങ്ങായിമാര് മരിച്ചോടത്തിൽ ഒരു പിരിയിലാന്ന് ഉള്ള ഒരു രീതി വന്നപ്പോൾ ഒരു ശ്രീകോവിലിൻ്റെ ഉള്ളിൽ രണ്ടാളെയും പ്രതിഷ്ഠിച്ചു. നാട്ടിൽ നടക്കുന്ന അനീതികൾക്കും അക്രമത്തിനുമെതിരെ ഒരുമിച്ച് പോരാടുകയും ദുഷ്ടശക്തികളെ നിഗ്രഹിച്ച് സജ്ജനങ്ങളെ സംരക്ഷിക്കുകയും ചെയ്തിരുന്ന മുത്തപ്പനെയും കുരിക്കളെയും മരണശേഷം ദൈവിക പരിവേഷം നൽകി കുടിയിരുത്തുകയായിരുന്നു. വെള്ളാട്ടിലും തിറയിലും ഇരുവരുടെയും ചരിതമാണ് പറയുന്നത്. മുത്തപ്പന്റെ വാസസ്ഥലത്തേക്കെത്തുന്ന കുരുക്കളുമായി മുത്തപ്പൻ ബലപരീക്ഷണം നടത്തി പരസ്പരം ശക്തി തെളിയിച്ച് ഉറ്റമിത്രമാവുന്നതാണ് വെള്ളാട്ടിലൂടെ അവതരിപ്പിക്കുന്നത്. വെള്ളാട്ടിൽ മുത്തപ്പന്റെ വേഷം ലളിതമാണ്. തലയിൽ തലപ്പാവും മുഖത്തു മിനുക്കും അരയിൽ ഒടയുമാണ് വേഷം. കുരുക്കൾക്ക് തലയിൽ നിസ്കാരത്തൊപ്പിയും നെറ്റിയിൽ നിസ്കാരത്തഴമ്പുമുണ്ട്. കയ്യിൽ ഏലസും ഉടലിൽ ബനിയനും അരയിൽ കള്ളിമുണ്ടും അതിനു മുകളിൽ ബെൽറ്റുമുണ്ടാകും. കൈകളിൽ ചൂരലും കഠാരയും ആയുധമായുണ്ടാകും. തിറയാട്ടത്തിൽ മുത്തപ്പന്റെ വേഷത്തിൽ മാത്രമാണ് മാറ്റമുള്ളത്. വെള്ളാട്ടിനിടയിൽ ബാങ്ക് വിളി കേൾക്കുന്നതോടെ കുരുക്കൾക്ക് മുത്തപ്പൻ നിസ്കാരപ്പായ കൈമാറി തന്റെ വാസസ്ഥലത്ത് നിസ്കരിക്കാൻ ഇടം നൽകുന്നതും കുരുക്കൾ നിസ്കരിക്കുന്നതും ചടങ്ങുകളുടെ ഭാഗമാണ്. തിറയുടെ അവസാനം മുത്തപ്പനെയും കുരുക്കളെയും മേലാപ്പിന്റെ കീഴിൽ നിർത്തി ക്ഷേത്രത്തിലേക്ക് ആനയിച്ച് ഒരേ ശ്രീകോവിലിൽ കുടിയിരുത്തുന്നതാണ് മുത്തപ്പൻ കുരുക്കൾ തിറയുടെ ഇതിവൃത്തം. എത്ര ലളിതമായി മതേതരമായി നമുക്ക് മതാഘോഷങ്ങൾ നടത്താമെന്ന് പഠിപ്പിക്കുകയാണ് ഈ ക്ഷേത്രോത്സവം. ന്യൂസ് മലയാളം, കോഴിക്കോട്.